ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. പരിപ്പോട് പ്രിയർക്കുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്നത്തേത്. ഒട്ടും ആർഭാടമില്ലാതെ എന്നാൽ നമ്മളെ കൊതിപ്പിക്കുന്ന ആ തനി നാടൻ രുചി ഒട്ടും ചോർന്നു പോകാതെയുള്ളൊരു പരിപ്പോട് റെസിപ്പി. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ കൊതിപ്പിക്കുന്ന പരിപ്പോട് കിട്ടണമെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന പരിപ്പിന് പോലും വലിയ പങ്കുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട രുചിയിലുള്ള പരിപ്പോട ട്രൈ ചെയ്ത് നോക്കാം. നാടൻ രുചിയുള്ള പരിപ്പുവട ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മട്ടർ ദാളാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വടപ്പരിപ്പ് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ പീസ് പരിപ്പ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ സാധാരണ വാങ്ങുന്ന കടലപ്പരിപ്പിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണിത്. ഇതിന് നല്ല മഞ്ഞ നിറമായിരിക്കും ഉണ്ടാവുക കടലപ്പരിപ്പിനെ അപേക്ഷിച്ച്. മാത്രമല്ല നമ്മുടെ ശരിക്കുള്ള പരിപ്പുവടയുടെ രുചി കിട്ടാനായിട്ട് ഈ പരിപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ആ നിറവ്യത്യാസം. എൻ്റെ കയ്യിലുള്ളത് കടലപ്പരിപ്പാണ്. ഈ മട്ടർ ദാൾ അല്ലെങ്കിൽ പീസ് പരിപ്പാണ് നമ്മൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് തരിക പരിപ്പുവടയ്ക്കായിട്ട്. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ, ഒരുപാട് അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കടലപ്പരിപ്പ് തന്നെ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് മട്ടർ ദാൾ എടുത്തിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. തിരക്കാണെങ്കിൽ കൂടെ 1.5 മണിക്കൂറെങ്കിലും നമ്മൾ മറക്കാതെ ഇത് വെള്ളത്തിൽ കുതിർത്തിടണം. കാരണം നമ്മളിതിലെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളം ഇല്ലാതെയാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് കുതിരേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇതിലെ വെള്ളം എല്ലാം മുഴുവനായിട്ട് വറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ചിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതിയാകും. അതോടൊപ്പം തന്നെ ഇതിൽ നിന്നും ഒരു 1/4 കപ്പ് പരിപ്പ് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് നമ്മളുടെ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് പരിപ്പ് നമ്മൾ മറക്കാതെ ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റി വെക്കണം. ഇനി നമ്മൾ നേരെ പരിപ്പ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ടേബിൾ സ്പൂണാണ്, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി അതിൻ്റെ തൊലിയോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ചുവന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം, ഉണക്കമുളക്. ഇതിന് നല്ല എരിവായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം മാത്രം ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അധികം എരിവില്ലാത്ത മുളകാണെങ്കിൽ ഒരു 3-4 ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറും കൂടെ കിട്ടും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ പെരിഞ്ജീരകം ഒന്ന് 2-3 കഷ്ണമായിട്ട് പൊടിഞ്ഞു വരുന്നത് പോലെ വേണം നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. ഒരുപാട് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്കാണ് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 3 സെറ്റായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പെരിഞ്ജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ച ജാറിലേക്ക് ആവശ്യത്തിന് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പെരിഞ്ജീരകവും വെളുത്തുള്ളിയും അരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് പരിപ്പുവടയുടെ ഒരു സ്മെല്ല് കിട്ടിത്തുടങ്ങും. അതാണ് ഈ പരിപ്പുവടയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇത് മറക്കാതെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടത് കൊണ്ട് തന്നെ 2-3 പൾസ് ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് അരിഞ്ഞു കിട്ടും. ഒരുപാട് പേസ്റ്റ് പോലെ ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പരിപ്പുവടയ്ക്ക് പരിപ്പ് അരച്ചെടുക്കുമ്പോൾ വേറെ ഒന്നും ആലോചിക്കരുത്, നമ്മൾ സ്വപ്നം കാണാനൊന്നും പോകരുത്. വളരെ ശ്രദ്ധിച്ച് 2-3 പൾസ് കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് പരിപ്പ് പൊടിഞ്ഞു കിട്ടും. ഇതുപോലെ ആയിരിക്കണം. ചെറിയ പരിപ്പ് അതേ രൂപത്തിൽ, അതായത് ഒട്ടും പൊടിയാതെ രൂപത്തിലൊക്കെ ഉണ്ടാവണം. അപ്പോഴായിരിക്കും നമുക്ക് ഈ വട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. അങ്ങനെ പരിപ്പ് മുഴുവനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകരുത്, തീരെ അരയാതെയും ഇരിക്കരുത്. ഇത് കറക്റ്റായിട്ട് അരഞ്ഞു വന്നില്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മുടെ വടയൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാകത്തിന് അരയേണ്ടതും അത്യാവശ്യമാണ്. ഇനി നമ്മുടെ പരിപ്പ് വടയിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു അരമുറി സവോള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ചുവന്നുള്ളി വട്ടത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിതിലൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണാണ് ഉപ്പ് ചേർക്കുന്നത്. നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇതേ സമയം തന്നെ നമ്മൾ ആദ്യമേ മാറ്റി വെച്ച കുറച്ച് മുഴുവനായിട്ടുള്ള പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഇത് എത്തുക. മറക്കാതെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ആദ്യം പെരിഞ്ജീരകവും വെളുത്തുള്ളിയും ചുവന്ന മുളകൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്, പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ ഒരു പരിപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ കുറച്ചൊന്ന് അമർത്തി നന്നായിട്ട് കുഴച്ചെടുക്കുക. ചിലരിതിലേക്ക് പെരുങ്കായവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളതൊന്നും ചേർക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് നല്ല രുചിയുള്ള പരിപ്പുവട കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് പരിപ്പുവടയുടെ ഷേപ്പാക്കി എടുക്കാം.
നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ ചെറിയ വടകളാണ് ഉണ്ടാക്കാറ്. കുട്ടികൾക്ക് എല്ലാവർക്കും അതായിരിക്കും ഇഷ്ടം. എന്നാൽ ഇന്ന് നമ്മൾ തീരെ ചെറുതാക്കുന്നില്ല, ഒരുപാട് വലുതും ആക്കുന്നില്ല, ഒരു മീഡിയം സൈസിലുള്ള വടകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഉരുള ഉരുട്ടിയതിന് ശേഷം കുറച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ നമ്മൾ ഉരുള ഉരുട്ടുക. അതിനുശേഷം ഉള്ളം കയ്യിൽ വെച്ചതിന് ശേഷം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതിൻ്റെ അറ്റഭാഗം മാത്രം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വീണ്ടും നമുക്ക് തിന്നാക്കി എടുക്കാൻ പറ്റും. നടുഭാഗം കുറച്ച് തിക്കായിട്ടും പിന്നെ അതിൻ്റെ അരുകൊക്കെ ഒന്ന് ചെറുതാക്കി തിന്നാക്കി എടുക്കാം. ഒരുപാട് കട്ടിയില്ലാതെയും ഒരുപാട് തിന്നാകാതെയും നമ്മളിവിടെ വടയുടെ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി വെക്കാണ്ട് നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾക്ക് ഓരോ വട ഉടനെ അത് ഷേപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഷേപ്പ് ചെയ്തൊരു പ്ലേറ്റിലൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വിണ്ട് കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇത് എണ്ണയിൽ ഇട്ടതിന് ശേഷം ഉടനെ നമ്മൾ തിരിക്കാനും മറിക്കാനും ഒന്നും പോകരുത്. കുറച്ച് നേരം അങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇട്ടതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇവിടെ എല്ലാവർക്കും നല്ല കറുമുറാന്നിരിക്കുന്ന പരിപ്പ് വടയാണ് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ എണ്ണയിൽ നിന്ന് എടുക്കാം. അത് അധികം നല്ല മുറുക്കത്തിലുണ്ടാവില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കുറച്ച് നേരം കൂടെ വെച്ച് ഒന്നുകൂടെ ചുവന്നതിന് ശേഷമാണ് ഞാൻ എണ്ണയിൽ നിന്ന് എടുക്കുന്നത്. ഇത് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ പരിപ്പ് വട ഞാൻ എണ്ണയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള നാടൻ തട്ടുകട രുചിയിലുള്ള പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ആർഭാടം ഒന്നുമില്ലാതെ എന്നാൽ നല്ല നാടൻ രുചിയും തരുന്നൊരു പരിപ്പ് വടയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു പരിപ്പ് വടയാണിത്. പിന്നെ നിങ്ങൾ പരിപ്പ് വട തിരഞ്ഞ് നടക്കുകയാണെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഈ റെസിപ്പി തന്നെയായിരിക്കും നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ആദ്യത്തെ ബൈറ്റിൽ തന്നെ മനസ്സിലാകും. പരിപ്പ് വടയുടെ മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉള്ളിവടയുടെയും ഉഴുന്നുവടയുടെയും പഴംപൊരിയുടെയും ഉണ്ടംപൊരിയുടെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവർ മറക്കാതെ ഒന്ന് പോയി കണ്ടു നോക്കുക. അതുമാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർക്ക് മറക്കാതെ ഒന്ന് ഷെയറും ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി ഉടനെ വരാം. താങ്ക്